ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടുതൽ കുരുക്കിലേക്ക്. അയ്യപ്പന്റെ യോഗദണ്ഡ് പത്മകുമാറിന്റെ മകൻ സ്വർണം കെട്ടിച്ചതും പ്രത്യേക സംഘം അന്വേഷിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി കുടുംബത്തിനായി ഉപയോഗിച്ച് പത്മകുമാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് വിലയിരുത്തൽ. ദേവസ്വം വിജിലൻസും സംഭവം അന്വേഷിക്കും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലും മറ്റ് ക്രമക്കേടുകളിലും അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് വീണ്ടും കുരുക്കുമുറുകുകയാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കേണ്ട യോഗദണ്ഡും രുദ്രാക്ഷമാലയും പത്മകുമാറിന്റെ മകൻ പുറത്തെത്തിച്ച് സ്വർണം കെട്ടിച്ചത് വിവാദമായിരുന്നു. ഈ സംഭവവും സ്വർണ്ണക്കവർച്ച അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷിക്കും. പത്മകുമാർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി സ്വന്തം കുടുംബത്തിനായി ഉപയോഗിച്ച സാഹചര്യമാണ് പരിശോധിക്കപ്പെടുക. 2019 ശബരിമല ശ്രീകോവിലിനുള്ളിൽ നിന്നും ഭഗവാന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തു കൊണ്ടുപോയത്. പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല. ശബരിമലയുടെ പ്രാധാന്യമേറിയ ആചാരാനുഷ്ഠാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നതായി വ്യക്തമായ സാഹചര്യത്തിലാണ് യോഗദണ്ഡ് കടത്തിയതും അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. 2019 ശബരിമലയിലെ കട്ടിളപ്പാളിയും സ്വർണ്ണപ്പാളികളും കടത്തിയത് താൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പത്മകുമാർ ആദ്യം പറഞ്ഞത്. ഇത് പൊളിഞ്ഞതിന് പിന്നാലെയാണ് അയ്യപ്പന്റെ യോഗദണ്ഡ് പുറത്തേക്ക് കൊണ്ടുപോകാനും സ്വർണം കെട്ടാനുമൊക്കെ പത്മകുമാറിന്റെ മകന് തന്നെ അനുമതി നൽകിയതായുള്ള രേഖകളും വെളിച്ചം കണ്ടത്. ജനം, തിരുവനന്തപുരം.